നമസ്കാരം. 2025 സെപ്റ്റംബർ 3 ചേർന്ന GST കൗൺസിൽ യോഗത്തിന് ശേഷം വിപ്ലവകരമായിട്ടുള്ള ഒരു GST സ്ലാബുകളുടെ മാറ്റമാണ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഫീൽഡ് കണ്ടത്. കാലങ്ങളായിട്ട് ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഫീൽഡിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്ന് പറയുന്നത് വലിയ ടാക്സാണ് ഇന്ത്യൻ കാറുകളുടെ മുകളിൽ സർക്കാർ ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുതിയ GST സ്ലാബുകൾ വന്നിട്ടുണ്ട്. 5%, 18%, 40%. ഇതിനകത്ത് കോമ്പൻസേഷൻ സെസ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കളഞ്ഞിട്ടുണ്ട്. 18% എന്ന് പറയുന്ന ആ ഒരു സ്ലാബ് വളരെ അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നു. കാരണം 28% GSTയിൽ നിന്നും 18 വന്നപ്പോഴത്തേക്കും 10% ഒരു വ്യത്യാസം അവിടെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് കോമ്പാക്ട് SUV സെഗ്മെൻറ്റ് കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങളാണ്. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹ്യുണ്ടായി, ടാറ്റ, മഹീന്ദ്ര, സ്കോഡ, MG, നിസാൻ, റെനോൾട്ട്, കിയ എന്നിങ്ങനെയുള്ള വാഹന നിർമ്മാതാക്കൾ, മാരുതി ഒഴിച്ചുള്ള ഏറ്റവും പ്രമുഖരായിട്ടുള്ള വാഹന നിർമ്മാതാക്കളൊക്കെ അവരുടെ പുതിയ GST സ്ലാബിലേക്ക് വന്നതിന് ശേഷമുള്ള വാഹനങ്ങളുടെ ഷോറൂം പ്രൈസിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രൈസ് അവർ കൃത്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിനകത്ത് ടാറ്റ മോട്ടോഴ്സ് ആണെന്നുണ്ടെങ്കിലും മഹീന്ദ്ര ആണെന്നുണ്ടെങ്കിലും സ്കോഡയുടെ കാര്യമൊക്കെ നമ്മൾ എടുത്തു പറഞ്ഞതാണ്. ഈവൻ ടൊയോട്ടയുടെയും റെനോൾട്ടിൻ്റെയൊക്കെ പ്രൈസ് കട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതായതുകൊണ്ട് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹ്യുണ്ടായി, കിയ, അതുമാത്രമല്ല നിസാൻ, ഈ വാഹന നിർമ്മാതാക്കളുടെ മോഡലുകൾക്ക് എത്രത്തോളം GST ബെനിഫിറ്റ് ലഭിക്കും എന്നുള്ളതാണ്. GST ബെനിഫിറ്റ് ലഭിക്കുന്നത് കൃത്യമായിട്ടും കസ്റ്റമേഴ്സിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് കൃത്യമായിട്ട് ലഭിക്കണം എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് സർക്കാരിൻ്റെ ചുമതലയാണ്. അതിനു വേണ്ടിയിട്ട് അവർ കൃത്യമായിട്ടുള്ള പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് മഹീന്ദ്ര ഓൾറെഡി പുതിയ GST സ്ലാബിൽ വന്നിട്ടുള്ള ഷോറൂം പ്രൈസാണ് നിലവിൽ ഈടാക്കുന്നത്. 2025 സെപ്റ്റംബർ 6 മുതൽ അവർ ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള വാഹനങ്ങളാണ് ഇപ്പോൾ വിൽക്കുന്നത്. ടാറ്റ ആയിക്കോട്ടെ, ബാക്കിയുള്ള വാഹന നിർമ്മാതാക്കളായിക്കോട്ടെ, അവരൊക്കെ 2025 സെപ്റ്റംബർ 22 ശേഷം മാത്രമാണ് പുതിയ GST നിരക്കുകൾ അടിസ്ഥാനമായിട്ടുള്ള ഷോറൂം പ്രൈസിലുള്ള വാഹനങ്ങൾ വിൽക്കുകയുള്ളൂ. മാരുതി സുസുക്കി, എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മാരുതി സുസുക്കി ഇതുവരെ കൃത്യമായിട്ട് എത്ര വില കുറയും എന്നുള്ളത് അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ എല്ലാ മോഡലുകളും നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടില്ല. എന്നാൽ പോലും നമ്മൾ ഏകദേശം ആളുകൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ ഹോട്ട് സെല്ലിംഗ് ആയിട്ട് നിൽക്കുന്ന അവരുടെ കുറച്ച് പ്രോഡക്റ്റുകൾ എടുത്തിട്ട് എത്രത്തോളം വില കുറയും എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും സമയം കളയുന്നില്ല. എഞ്ചിൻ ബേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GST പ്രൈസ് കട്ടിന് ശേഷം ഹ്യുണ്ടായി, അതുമാത്രമല്ല ഹ്യുണ്ടായുടെ തന്നെ സബ്സിഡറി ബ്രാൻഡായിട്ടുള്ള കിയ മോട്ടോഴ്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ നിസാൻ മാഗ്നറ്റ് ഒക്കെ ഒരുപാട് ആളുകൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ നിസാൻ എന്ന് പറയുന്ന വാഹന നിർമ്മാതാവ് എത്രത്തോളം പ്രൈസ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇത്തരത്തിലുള്ള കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് ആദ്യമേ തന്നെ ഹ്യുണ്ടായുടെ കാര്യം നോക്കാം. ഹ്യുണ്ടായിൽ നിലവിൽ 9 വാഹനങ്ങളാണ് അവർക്കുള്ളത്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു അടിസ്ഥാന മോഡൽ എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നത് ഗ്രാൻഡ് ഐ10 നിയോസ് ആണ്. നിലവിലുള്ള പ്രൈസ് എന്ന് പറയുന്നത് 5,98,000 മുതൽ 8,66,000 വരെയാണ്. അതിനകത്ത് കാര്യമായിട്ടുള്ളൊരു റിഡക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അപ്രോക്സിമേറ്റ്ലി 74,000 രൂപയുടെ ഒരു കിഴിവ് ഈ ഒരു മോഡലിനുണ്ടായിരിക്കും. അതിൻ്റെ വിവിധ വേരിയൻ്റ് അനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. എക്സ്റ്റർ ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു വാഹനമാണ്, വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വാഹനമാണ്. 6 ലക്ഷം മുതൽ 10,51,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ നിലവിലുള്ള ഷോറൂം പ്രൈസ്. അതിൽ നിന്നും 90,000 രൂപയുടെ ഡിഫറൻസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ അതൊരു നല്ല ഒരു ഡിഫറൻസ് ആണ്. കാരണം റോഡ് ടാക്സ് ഒക്കെ വരുമ്പോഴത്തേക്കും അതിന് കാര്യമായിട്ടുള്ള ഒരു ഡിഫറൻസ് അതിലും വരും, പിന്നെ ഇൻഷുറൻസിലും വരും. ഇനി i20ക്ക് 2 മോഡലുണ്ട്. നമുക്കറിയാം N-ലൈൻ ഉൾപ്പെടെയുള്ള കാര്യമാണ് പറയുന്നത്. തീർച്ചയായിട്ടും അതിൽ ഒരു 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ തീർച്ചയായിട്ടും N-ലൈനിനൊക്കെ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതായത് 1,10,000 രൂപയുടെ അടുത്ത് പ്രൈസ് കട്ട് i20ക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഇനി വെന്യൂ, കോമ്പാക്ട് SUV സെഗ്മെൻറ്റ് കാറ്റഗറിയിൽ വരുന്നൊരു വാഹനമാണ്. ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും ഈ ഒരു GST സ്ലാബ് ചേഞ്ചിലൂടെ ലഭിക്കുന്നതായിരിക്കും. ഇതിനകത്തും N-ലൈൻ ഉൾപ്പെടെയാണ് നമ്മൾ പറയുന്നത്. 7,99,000 മുതൽ 14 ലക്ഷം രൂപ വരെയാണ് ഹ്യുണ്ടായി വെന്യൂവിൻ്റെ ഇപ്പോൾ നിലവിലുള്ള ഷോറൂം പ്രൈസ്. അതിൽ നിന്നും തീർച്ചയായിട്ടും 1,24,000 രൂപയുടെ പ്രൈസ് കട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതുമാത്രമല്ല പ്രൈസ് കട്ട് എന്ന് പറയുന്നത് ഓരോ വേരിയൻ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. 85,000 മുതൽ 1,24,000 വരെ ആ ഒരു റേഞ്ചിലായിരിക്കും ഇതിൻ്റെ ഒരു പ്രൈസ് കട്ട് വരുന്നത്. ഇനി ഹ്യുണ്ടായുടെ തന്നെ ഏറ്റവും ഹോട്ട് സെല്ലിംഗ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ക്രെറ്റയുടെ ഒരു ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 11,11,000 മുതൽ 20,92,000 വരെയാണ്. തീർച്ചയായിട്ടും നമ്മൾ അവിടെ നോക്കുമ്പോഴത്തേക്കും അപ്രോക്സിമേറ്റ്ലി 73,000 രൂപയുടെ ഒരു
റിഡക്ഷൻ തീർച്ചയായിട്ടും അവിടെ ലഭിക്കുന്നുണ്ടായിരിക്കും. ഇനി ഓറ എന്ന് പറയുന്ന മറ്റൊരു മോഡലുണ്ട്. അതൊരു കോമ്പാക്ട് സെഡാനാണ്. കോമ്പാക്ട് സെഡാൻ എന്ന് പറയുമ്പോഴത്തേക്കും 4 മീറ്ററിന് അകത്തേക്ക് ഈ ഒരു വാഹനം വന്നു. 1200 cc ഇതിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി. അപ്പോൾ 6,51,000 മുതൽ 9,11,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ നിലവിലുള്ള എക്സ്-ഷോറൂം പ്രൈസ്. അതിൽ നിന്നും അപ്രോക്സിമേറ്റ്ലി ഒരു 80,000 രൂപയുടെ ഡിഫറൻസ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് ലഭിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ കിയയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിയ സോണറ്റ്, ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നോക്കണം. കിയ സോണറ്റ് ഒരു നല്ല വാഹനമാണ്. കോമ്പാക്ട് SUV സെഗ്മെൻറ്റിൽ വരുന്നൊരു വാഹനമാണ്. നല്ല ഫീച്ചറുകളുള്ളൊരു വാഹനമാണ്. വെന്യൂ പോലെ തന്നെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ കഴിയുന്ന ഒരു വാഹനമാണ്. തീർച്ചയായിട്ടും ഞാൻ വീണ്ടും എടുത്തു പറയുന്നത് ഈ കോമ്പാക്ട് SUV സെഗ്മെൻറ്റ് കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങൾക്കും അതുമാത്രമല്ല ടർബോ പെട്രോൾ ഉള്ള അത്തരത്തിലുള്ള ഒരു പവർഫുൾ മോഡലുകളുള്ള ഈ പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനങ്ങൾക്കൊക്കെ കാര്യമായിട്ടുള്ള ഡിസ്കൗണ്ട് ഉണ്ട്. കിയയുടെ സോണറ്റിന് 8 ലക്ഷം മുതൽ 15,74,000 വരെയാണ് എക്സ്-ഷോറൂം പ്രൈസ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതിൽ മാക്സിമം ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 1,63,000 വരെയാണ്. ഇനി സിറോസിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9,50,000 മുതൽ 17,80,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ്. അതിൽ മാക്സിമം ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് വുഡ് യു ബിലീവ് 1,87,000 രൂപ വരെയാണ് സിറോസിൻ്റെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി സെൽട്ടോസിലേക്ക് വരുമ്പോഴത്തേക്കും സെയിം ക്രെറ്റ തന്നെയാണ് ഈ ഒരു വാഹനം. 11,19,000 മുതൽ 20,56,000 വരെയാണ് എക്സ്-ഷോറൂം പ്രൈസ് എങ്കിൽ ഈ ഒരു വാഹനത്തിനും അപ്രോക്സിമേറ്റ്ലി ക്രെറ്റയ്ക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? ഒരു 76,000 അപ്രോക്സിമേറ്റ്ലി 76,000 രൂപയുടെ ഡിഫറൻസ് തീർച്ചയായിട്ടും സെൽട്ടോസിൻ്റെ വിവിധ വേരിയൻറ്റിന് വരാനുള്ള സാധ്യത തീർച്ചയായിട്ടുമുണ്ട്. കാരൻസ് ഉണ്ട്, നമുക്കറിയാം. 11,41,000 മുതൽ 13,26,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ്. അതിന് 50,000 രൂപയുടെ അടുത്ത് ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും ഈ GST കട്ടിലൂടെ ലഭിക്കുന്നതായിരിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് MG മോട്ടോഴ്സ്. MGയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെക്ടർ ഉണ്ട്, ഗ്ലോസ്റ്റർ ഉണ്ട്, ആസ്റ്റർ ഉണ്ട്, അങ്ങനെയുള്ള മോഡൽ ഒരുപാടുണ്ട്. MG കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് കാറുകളിലാണ്. എന്നാൽ നമ്മൾ ഹെക്ടറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 14,49,000 മുതൽ 22 ലക്ഷം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ്. ക്ലിയർ ആയിട്ട് 1.5 ലക്ഷം രൂപയുടെ ഒരു പ്രൈസ് കട്ട് അവിടെ ഉണ്ടായിരിക്കും. ആസ്റ്ററിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 9,99,000 മുതൽ 15,90,000 വരെയാണ് ആ ഒരു വാഹനത്തിൻ്റെ നിലവിലുള്ള എക്സ്-ഷോറൂം പ്രൈസ്. അതിൽ 53,000 രൂപയുടെ ഡിഫറൻസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. എന്നാൽ നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നിസാനാണ്. നിസാൻ മാഗ്നൈറ്റ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ പ്രൈസ് കട്ട് വുഡ് യു ബിലീവ് 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഈ ഒരു വാഹനത്തിന് പ്രൈസ് കട്ട് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നിങ്ങളോട് എനിക്ക് പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് GST എല്ലാം സ്ലാബുകളൊക്കെ മാറിയിട്ടുണ്ട്, പുതിയ പ്രൈസ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിലവിൽ എക്സ്-ഷോറൂം പ്രൈസ് വരട്ടെ. കമ്പനികൾ ഒഫീഷ്യലായിട്ട് അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഷോറൂമുകളിലേക്ക് ആ എക്സ്-ഷോറൂം പ്രൈസ് വരട്ടെ. അതിൻ്റെ മുകളിൽ മറ്റൊരു ഡിസ്കൗണ്ടും നിങ്ങൾക്ക് ലഭിക്കില്ല എന്നുള്ളത് തീർച്ചയായിട്ടും മിഥ്യാധാരണയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറ്റ് ഡിസ്കൗണ്ടുകളെല്ലാം ലഭിക്കും. കാരണം കമ്പനിക്ക് യാതൊരുവിധ നഷ്ടവുമില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ GSTയിലുള്ള ബെനിഫിറ്റ്, ഗവൺമെൻറ്റിൻ്റെ GST വഴി കിട്ടുന്ന പണം അവർ 28% നിന്നും 18% മാറ്റി എന്നുള്ളതേ ഉള്ളൂ. കമ്പനിക്ക് ലഭിക്കേണ്ട ലാഭം എപ്പോഴും ലഭിക്കുന്നതായിരിക്കും. ഷോറൂം അതുകൊണ്ട് ഓഫേഴ്സ് തീർച്ചയായിട്ടും തരും. ദീപാവലി മുതൽ അങ്ങോട്ട് നല്ല ഓഫേഴ്സ് ആയിരിക്കും. തീർച്ചയായിട്ടും കേരള സർക്കാരിൻ്റെ ബഡ്ജറ്റ് വരുന്നതിന് മുമ്പ് വരെ നമുക്ക് ഈ ടാക്സ് എന്തായാലും അല്ലെങ്കിൽ റോഡ് ടാക്സ് കൂട്ടാനുള്ള സാധ്യത നിലവിൽ കാണുന്നില്ല. തീർച്ചയായിട്ടും ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കണ്ടുവരേണ്ടതാണ്. സർക്കാരിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ GST വെട്ടിക്കുറച്ചതിലൂടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പണം അവർ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കും. തീർച്ചയായിട്ടും അത് റോഡ് ടാക്സിലെ വ്യത്യാസം വരുത്തിയിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടെ ഒന്ന് വിജിലൻ്റ് ആയാൽ മതി. തീർച്ചയായിട്ടും നമുക്ക് മാക്സിമം ഓഫേഴ്സ് ലഭിച്ചിട്ട് അല്ലെങ്കിൽ ഓഫേഴ്സ് നേടിയിട്ട് വാഹനം വാങ്ങാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ്. ഈ ചെറിയ ചെറിയ വാഹനങ്ങൾക്ക് കിട്ടുന്ന ഡിസ്കൗണ്ടിനേക്കാൾ കൂടുതൽ കോമ്പാക്ട് SUV വാഹനങ്ങൾ, പവർഫുൾ ആയിട്ടുള്ള ടർബോ പെട്രോൾ ഉൾപ്പെടുന്ന അത്തരത്തിലുള്ള പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനങ്ങൾ, ക്രോസ് ഓവർ വാഹനങ്ങൾക്കൊക്കെ വളരെ നല്ല ഡിസ്കൗണ്ടാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ കട്ടായിട്ട് 3.5 ലക്ഷം രൂപയുടെ ഒരു ഡിസ്കൗണ്ട് ഫോർച്യൂണറിനൊക്കെ വന്നിട്ടുണ്ട്. നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.